എൻ്റെ ഷോപ്പിൽ വരുന്ന കുറച്ച് ആളുകളെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട്, ലൈക്ക് എന്താണ് ഈ കട തുടങ്ങാനുള്ള കാരണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാട്ട് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അത് ജെനുവിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബേസിക്കലി പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിപ്പെരുന്നാൾ, ഫെസ്റ്റ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പാനിപ്പൂരിയുടെ സ്റ്റോളൊക്കെ വരുന്നത്, അല്ലാതെ നമുക്കിവിടെ അങ്ങനത്തെ ഷോപ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൊതി വരുമല്ലോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ. അപ്പോൾ പാനിപ്പൂരി കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നമുക്ക് നേരെ ക്വീൻസ് ഡേ പോകാം, അവിടെ നല്ല പാനിപ്പൂരി കിട്ടും എന്നൊക്കെ പറയും. ഇവിടുന്ന് ഒരു 4-5 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് എറണാകുളം പോകണം നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പോൾ നമ്മുടെ സ്ഥലത്ത് എന്താ അങ്ങനെ ഷോപ്സ് ഒന്നും ഇല്ലാത്തത്? അത്യാവശ്യം ഇവിടെ അടുത്തൊക്കെ നോക്കി, ഇവിടെ അടുത്തൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് എനിക്കൊരെണ്ണം സ്റ്റാർട്ട് ചെയ്തൂടെ? എന്തായാലും എനിക്ക് സാധനം കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് പല കടകളിൽ പോയി. ഞാൻ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ അറിയാവുന്ന കുറേ കടകളിലൊക്കെ പോയി കഴിച്ച് അങ്ങനെ നമ്മൾ ആ ഒരു ടേസ്റ്റ് പഠിച്ചെടുത്ത് കുറച്ച് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് അങ്ങനെയാണ് ഫൈനലി ഞാൻ ഈ ഷോപ്പ് ഇട്ടത്. അതായത് നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്കും അവർക്ക് ഇഷ്ടമുള്ളപ്പം ഇങ്ങനെയുള്ള ചാട്ട് ഐറ്റംസ് കഴിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ്. ഫസ്റ്റ് എനിക്ക് പാനിപ്പൂരിയെ പറ്റി മാത്രമേ അറിയുള്ളായിരുന്നു. പിന്നീട് ഇങ്ങനത്തെ ഷോപ്സിൽ പോയി കഴിച്ചും അതുപോലെ തന്നെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടും നമ്മളിതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിച്ച് ഓരോന്ന് ചെയ്യുമല്ലോ, അങ്ങനെ പഠിച്ചിട്ടൊക്കെയാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഞാൻ പഠിച്ചെടുത്തത്. സോ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ പിന്നിലെ മോട്ടീവ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകൾ കാണുമല്ലോ, അവർക്ക് വന്ന് കഴിക്കാൻ പാകത്തിന് ഒരു ചെറിയ ഷോപ്പ് തുടങ്ങുക, ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. ആൻഡ് ഫൈനലി ഞാനത് സ്റ്റാർട്ട് ചെയ്തു. സോ ഇതാണ് അതിൻ്റെ പുറകിലുള്ള സംഭവം.